വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കൃഷിമന്ത്രി പി പ്രസാദ് പാലമേൽ പഞ്ചായത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പാലമേൽ പഞ്ചായത്ത് മറ്റപ്പള്ളി വാർഡിലെ നൂറനാട് CBM HSSലെ 1-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് കൃഷിമന്ത്രി പി പ്രസാദ് വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബസമേതം എത്തിയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. LDF അഭിമാനമായ വിജയം നേടുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മന്ത്രി പറഞ്ഞു. അഭിമാനോജ്വലമായ വിജയം നേടും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട വിജയമായിരിക്കും ഇടതുപക്ഷ മുന്നണിക്ക് ഇക്കുറി ഉണ്ടാവുക. കാരണം അത്രമേൽ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും സുപ്രധാനമായ ചർച്ചാ വിഷയമായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്നവർ, വികസനത്തിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങളെല്ലാം ഗൗരവതരമായി കണക്കാക്കുന്നവർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കാണുന്നതെല്ലാം അത് തന്നെയാണ്. വോട്ടെടുപ്പിന്റെ ഈ നിമിഷം വരെയും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രതിഫലിക്കും. ചിലയിടങ്ങളിലെല്ലാം കോൺഗ്രസും BJPയും തമ്മിലുള്ള ബാന്ധവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ നിർത്താതെ ഇരു കൂട്ടരും തമ്മിലുള്ള ധാരണകൾ പ്രകടമായിട്ടുണ്ട്. അതൊക്കെ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയുള്ള ഒരു റിഹേഴ്സൽ പോലെ ഇക്കാര്യത്തെ കണക്കാക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഉജ്ജ്വലമായ വിജയം LDFന് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കണക്കുകൂട്ടുന്നത്. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ഇടത് തരംഗം ഇപ്പോഴുണ്ട്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും. ചിലയിടങ്ങളിൽ UDF BJP പാന്തവുമുണ്ട്. ഇരുകൂട്ടരും പരസ്പര ധാരണയിൽ സ്ഥാനാർത്ഥികളെ വരെ പിൻവലിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സലാണ് ഈ ബന്ധമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിൻമീഡിയ, ആലപ്പുഴ.